ബംഗളൂരുവിലെ മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ചു കുടുംബം. ഹോസ്റ്റലിൽ സഹപാഠികൾ ലഹരി ഉപയോഗിച്ചത് ആദിത്യൻ ചൂണ്ടിക്കാട്ടിയതോടെ മകനെ ഒറ്റപ്പെടുത്തിയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. തിരുവനന്തപുരം അരുവിക്കര സ്വദേശി ആദിത്യനെയാണ് ഇന്നലെ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. അരുവിക്കര ഇരുമ്പ സ്വദേശിയായ ആദിത്യൻ ബാംഗ്ലൂർ BTL സ്കൂൾ ഓഫ് നഴ്സിംഗിലെ 2ാം വർഷ BSc നഴ്സിംഗ് വിദ്യാർത്ഥിയായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്കാണ് ഹോസ്റ്റൽ മുറിയിൽ ആദിത്യനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. 4 പേരുള്ള റൂമിലാണ് ആദിത്യൻ താമസിച്ചിരുന്നത്. ആദിത്യന്റെ മരണത്തിൽ അസ്വാഭാവികത ഉണ്ടെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. പരാതി സ്വീകരിക്കാൻ പോലീസ് മടിച്ചെന്നും കുടുംബം പറയുന്നു. കാത്തിരിക്കേണ്ടി വന്നു. കാരണം ഞങ്ങൾ വന്നതിന് ശേഷമാണ് DK ശിവകുമാറിന്റെ ഭാര്യയുടെ അനിയത്തി വന്നത്. അവരെയൊക്കെ വിളിച്ചതിന് ശേഷമാണ് ഞങ്ങളെ വിളിച്ചത്. ഞങ്ങളൊരു അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു. അഡ്വക്കേറ്റ് അവിടെ പ്രശ്നം ഉണ്ടാക്കിയതിനു ശേഷമാണ് ഞങ്ങളെ വിളിച്ചത്. റൂമിൽ സഹപാഠികൾ ലഹരി ഉപയോഗിച്ചതിൽ ആദിത്യൻ പരാതി നൽകിയതിന് പിന്നാലെ മകനെ സുഹൃത്തുക്കളുടെ ഇടയിലും കോളേജിലും ഒറ്റപ്പെടുത്തിയെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകി. സംഭവത്തിൽ ഹെബ്ബഗോഡി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 24 ബംഗളൂരു. റിനു ശ്രീധർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ വാർത്തയുടെ തുടർ വിവരങ്ങളുമൊക്കെയായി. ബംഗളൂരുവിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ നഴ്സിംഗ് വിദ്യാർത്ഥി ആദിത്യന്റെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും. റിനു അതിന്റെ വിവരങ്ങൾ നൽകും. റിനു, എപ്പോഴാണ് മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുക? എന്താണ് റിനു ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? GK, ഗുഡ് മോർണിംഗ്. ആദിത്യന്റെ മൃതദേഹം രാവിലെ തന്നെ അരുവിക്കരയിലെ വസതിയിലേക്ക് എത്തിക്കും. സംസ്കാര ചടങ്ങുകൾ വസതിയിലായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കഴിഞ്ഞ ദിവസമാണ്, അതായത് ചൊവ്വാഴ്ച ഉച്ചയോടുകൂടിയാണ് ബാംഗ്ലൂരുവിലെ നഴ്സിംഗ് കോളേജിൽ ഈ ആദിത്യൻ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. അദ്ദേഹത്തിന് ചില ആരോപണങ്ങളുണ്ട് ബന്ധുക്കൾക്ക്. തുടർന്ന് ഈ ബാംഗ്ലൂരുവിലെ പോലീസ് സ്റ്റേഷനിൽ, ഈ നഴ്സിംഗ് കോളേജ് സ്ഥിതി ചെയ്യുന്ന പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ മകനൊപ്പം താമസിക്കുന്ന മറ്റു 4 പേർ അവർ ലഹരി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് അതിനെ വിലക്കുന്ന ഒരു സാഹചര്യം മകന്റെ ഭാഗത്ത് നിന്നുണ്ടായി. അതായിരിക്കാം ഇത് ആത്മഹത്യയെന്ന് സ്ഥിരീകരിക്കുന്നില്ല, അതായിരിക്കാം ഈ മരണത്തിലേക്ക് നയിച്ചത്. എന്താണ് ഈ മരണത്തിന്റെ പ്രധാന കാരണം? തന്റെ മകൻ ആത്മഹത്യ ചെയ്യില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ ആദിത്യന്റെ പിതാവ് പറയുന്നുണ്ട്. ഒപ്പം കഴിഞ്ഞ ദിവസം അദ്ദേഹം ഹെബ്ബഗോഡി പോലീസ് സ്റ്റേഷനിൽ പരാതിയായി തന്നെ നൽകുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ പോലീസ് പരാതിയൊന്നും സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായില്ല എന്നുള്ളതാണ്. അതിനുശേഷം പോലീസ് പരാതി സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും BTL സ്കൂൾ ഓഫ് നഴ്സിംഗിലെ 2ാം വർഷ BSc നഴ്സിംഗ് വിദ്യാർത്ഥിയാണ് ആദിത്യൻ എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് രാവിലെയോടുകൂടി മൃതദേഹം വീട്ടിലെത്തിക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. GK, ആദിത്യനെ ചൊവ്വാഴ്ചയാണ് ഈ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആദിത്യന്റെ മൃതദേഹം, നഴ്സിംഗ് വിദ്യാർത്ഥിയായ ആദിത്യന്റെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും. അതിന്റെ വിവരങ്ങളാണ് റിനു ശ്രീധർ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.